നമ്മൾ ഒരുമിച്ച് കൂടി അപ്പനും അമ്മയും മക്കളും എല്ലാം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ വലയം വന്ന് നിറയും. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും നമ്മുടെ മക്കളിലേക്ക് സമൃദ്ധമായിട്ട് ചൊരിയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടത് വിസ്ഡം, ജ്ഞാനവരമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവരം. ജ്ഞാനവരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ജ്ഞാനവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രത്യേകമായിട്ട് ഈ വചനം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ഈശോയെ, അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ഈ സഹോദരങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന എല്ലാ ദമ്പതിമാരെയും സമർപ്പിക്കുന്നു ഈശോയെ. എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അവരുടെ ഭാവി ജീവിതങ്ങൾ, പഠന മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലവിധ രോഗങ്ങളാൽ വേദനിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിക്കുകയാണ്. ജീവിത തടസ്സങ്ങൾ മൂലം വേദനിക്കുന്ന സഹോദരങ്ങളെ സമർപ്പിക്കുന്ന ഈശോയെ. വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സം, ജീവിത വഴികളിലെ തടസ്സങ്ങളിൽ അകപ്പെട്ട് വേദനയിലും കഷ്ടപ്പാടിലും കഴിയുന്ന എല്ലാ സഹോദരങ്ങളിലേക്കും ഈശോയെ നിന്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധ രോഗങ്ങളാൽ വേദനിക്കുന്ന സഹോദരങ്ങളിലേക്ക് നിന്റെ സൗഖ്യത്തിൻ്റെ കരങ്ങൾ നീട്ടി അവരെ അവിടുന്ന് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. ഈശോ മിശിഹായിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്കറിയാം സ്കൂളൊക്കെ തുറന്നു അല്ലേ? സ്കൂളൊക്കെ തുറന്നു, കുട്ടികളെയൊക്കെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. നമുക്കറിയാം 1-ാം ക്ലാസ്സിലും നഴ്സറിയിലും ഒക്കെ നമ്മൾ കുട്ടികളെ ചേർത്തു. കുട്ടികളെ ചേർക്കുമ്പോൾ എന്താണ്? മാതാപിതാക്കളുടെ ഉള്ളിൽ വലിയ പ്രതീക്ഷകളുണ്ട് അല്ലേ? വലിയ സ്വപ്നങ്ങളുണ്ട്. ഒരു സ്നേഹമുള്ള മക്കളെ, മാതാപിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ച് വലിയ സ്വപ്നമുണ്ടെന്ന് എപ്പോഴും നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ സ്വപ്നങ്ങൾ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം ഇന്നത്തെ ലോകം അതറിയാം. ഇന്ന് നമുക്കറിയാം ഒരു കൊച്ചിനെ ഈ ലോകത്തിലേക്ക് നമ്മൾ ഇറക്കി വിടുമ്പോൾ തന്നെ നമ്മൾ എന്താ വിചാരിക്കുക? ഇന്നത്തെ ലോകം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര സേഫ് ആയിട്ടുള്ള ലോകത്തിലല്ല നമ്മളിന്ന് ജീവിക്കുന്നത്. ഒത്തിരി അന്ധകാരത്തിൻ്റെയും തിന്മയുടെയും ഒക്കെ ശക്തികളൊക്കെ ഉണ്ട്. അങ്ങനെ അന്ധകാരത്തിൻ്റെയും തിന്മയുടെയും ശക്തികളിലൂടെ ഉള്ള ഈ ലോകത്തിൽ ഇന്ന് നമ്മുടെ മക്കളായിരിക്കുമ്പോൾ നമ്മൾ അവരിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഏത് മേഖലയ്ക്ക് വേണ്ടിയാണ് അവർക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വചനത്തിലൂടെ പഠിക്കാനായിട്ട് പോകുക. അതുകൊണ്ട് ഇന്ന് നമ്മൾ ശ്രവിക്കാണ്ട് പോകുന്ന വചനം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ്. പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജാലകൾ പോലുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. സ്നേഹമുള്ള മാതാപിതാക്കളെ, നമ്മൾ ഇന്ന് മക്കൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് അവർ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ വേണ്ടിയാണ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ പിള്ളേരുടെയൊക്കെ ജീവിതം ഒട്ടനവധി പ്രശ്നങ്ങൾ. നമ്മൾ ടീനേജിലേക്കൊക്കെ കയറുമ്പോൾ നമുക്കറിയാം അവരുടെ ഇമോഷനൊക്കെ കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയങ്ങളിൽ പലപ്പോഴും അവരുടെ ഇമോഷണൽ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവായിട്ട് കൊഗ്നിറ്റീവ് ബ്രെയിൻ, ചിന്തിക്കുന്ന തലച്ചോറിനെയൊക്കെ കവർ ചെയ്തൊക്കെ കളയാനെക്കുറിച്ച് ഇന്നാൾ നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുത്തിരുന്നു. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടത് വിസ്ഡം, ജ്ഞാനവരമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവരം. ജ്ഞാനവരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ജ്ഞാനവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ തിന്മകളെ വേർതിരിച്ച് അറിയാനായിട്ടുള്ള വിവേചനത്തിൻ്റെ വരമാണ് ജ്ഞാനവരം. ഇപ്പോൾ നമ്മുടെ മക്കൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, കോളേജിൽ ചെല്ലുമ്പോഴായിരിക്കും, സ്കൂളിൽ ചെല്ലുമ്പോഴായിരിക്കാം, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് അവർക്ക് അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവരത്താൽ നമ്മുടെ മക്കളൊക്കെ നിറയണം. ഒരു മാതാപിതാക്കൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പ് മക്കളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പരിശുദ്ധാത്മാവെ നിൻ്റെ ജ്ഞാനവരത്താൽ ഞങ്ങളുടെ മക്കളെ അവിടെ നിന്ന് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. വചനത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ, ഈ ദിവസങ്ങളിലാണ് നമ്മൾ പന്തക്കുസ്ത തിരുനാളൊക്കെ ആഘോഷിച്ചത്. സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ഒരുമയുള്ളിടത്താണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. നമുക്കറിയാം ഈശോയുടെ മരണശേഷം നിരാശരായിട്ടാണ് ശിഷ്യർ ഒരുമിച്ച് കൂടിയിരുന്നത്. ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഇവരുടെ നിരാശയിലേക്ക് പ്രത്യാശയുമായിട്ട് പരിശുദ്ധാത്മാവ് കടന്നു ചെല്ലുക. അപ്പോൾ എന്താണ്? അവർ ഒരുമിച്ച് കൂടി പെട്ടെന്ന് തന്നെ കൊടുങ്കാറ്റടിക്കുന്ന പോലെ വലിയൊരു ശബ്ദം ഇവർ കേൾക്കുകയാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു.
അപ്പോൾ എന്താണ്, നമ്മൾ ഒരുമിച്ച് കൂടി അപ്പനും അമ്മയും മക്കളും എല്ലാം ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ വലയം വന്ന് നിറയും. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും നമ്മുടെ മക്കളിലേക്ക് സമൃദ്ധമായിട്ട് ചൊരിയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാനായിട്ട് കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. അതിനുശേഷമാണ് എന്താണ്, അഗ്നിജാലകൾ പോലുള്ള നാവുകൾ തങ്ങളുടെ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞെന്നാണ് പറയുന്നത്. അവിടെ ഒരുമിച്ച് കൂടി പരിശുദ്ധാത്മാവിനെ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ നിരാശയിലേക്ക്, നിൻ്റെ രോഗാവസ്ഥയിലേക്ക്, അസ്വസ്ഥതകളിലേക്ക്, ബുദ്ധിമുട്ടുകളിലേക്ക്, സഹനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സമൃദ്ധമായിട്ട് നിറയുമെന്നാണ് പറയുന്നത്. അതുവരെ അവർ സംസാരിച്ചവരുടെ ഭാഷ എന്തായിരുന്നു, നിരാശയുടെ ഭാഷയായിരുന്നു. അതിനുശേഷം വചനം പറയുകയാണ്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, ആത്മാവ് കൊടുത്ത ഭാഷണ വരമനുസരിച്ച്. എന്ന് പറഞ്ഞാൽ അതുവരെ നിരാശയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ശിഷ്യ സമൂഹം മുഴുവനും പ്രത്യാശയിൽ നിറയാൻ, പ്രത്യാശയുടെ ഭാഷ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഭാഷ, അനുഗ്രഹത്തിൻ്റെ ഭാഷയെല്ലാം അവരിലേക്ക് കടന്നു ചെന്നു. എപ്പോഴാണ്, പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ. ഒരു സ്നേഹമുള്ള മാതാപിതാക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയുടെ അഭിഷേകം നമ്മുടെ മക്കളിലേക്ക് സമൃദ്ധമായിട്ട് നിറയാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഈ നൊവേന പ്രാർത്ഥന ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മക്കളിലേക്ക് വന്നു നിറയണമേ, അവരായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും അവരുടെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് വർഷിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നൊവേന പ്രാർത്ഥന ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഏലിയ പ്രവാചകനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവായ ദൈവമേ, സാമുവൽ പ്രവാചകനിലൂടെ ജെസ്സയുടെ കുടുംബത്തെ അനുഗ്രഹിച്ച പരിശുദ്ധാത്മാവേ, മോശയെ ഇസ്രായേലിൻ്റെ ശക്തനായ നേതാവാക്കി തീർത്ത പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മക്കളായിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലേക്കും വന്നു നിറഞ്ഞ് അവരുടെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അവരായിരിക്കുന്ന സാഹചര്യങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ ത്രിത്വമേ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ ത്രിത്വമേ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങൾക്ക് നീതിബോധം നൽകുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. ന്യായവിധിയെക്കുറിച്ച് ബോധ്യം തരുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങൾക്ക് സമൃദ്ധമായ ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളെ ദൈവവചനം അനുസ്മരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. സാവൂളിനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പ്രപഞ്ചത്തിന് മീതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. മോശയെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഇസ്രായേൽ ജനത്തിന് മേഘസ്തംഭവും അഗ്നിസ്തംഭവും കൊടുത്ത പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഇസ്രായേൽ ജനത്തെ ചെങ്കടൽ കടത്തിയ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. തൻ്റെ മക്കൾക്ക് ഭക്ഷിക്കുവാൻ മന്നയും കാടപ്പക്ഷിയും കൊടുത്ത പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പാറ പിളർന്ന് ജലം നൽകിയ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. ജെറീക്കോ കോട്ടയെ തകർത്ത പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഗെദയോനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. സാംസനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. ദാവീദിനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. സോളമന് വിജ്ഞാനം കൊടുത്ത പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഏലിയായ്ക്ക് തീഷ്ണത കൊടുത്ത പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഏലിയായുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്ത പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. എലീശ്വായ്ക്ക് ഇരട്ടി ശക്തി കൊടുത്ത പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. കർത്താവിൻ്റെ രക്തസാക്ഷിയാകാൻ മക്കളെ ഒരുക്കിയ പരിശുദ്ധാത്മാവെ ഞങ്ങളെ വന്ന് നിറയണമേ. 3 യുവാക്കളെ തീച്ചൂളയിൽ നിന്ന് രക്ഷിച്ച പരിശുദ്ധാത്മാവെ ഞങ്ങളെ വന്ന് നിറയണമേ. കഷ്ടകാലത്ത് ജോബിനെ ധൈര്യപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. കർത്താവിൻ്റെ രക്തസാക്ഷിയാകുവാൻ മക്കളെ ഒരുക്കിയ അമ്മയെ സഹായിച്ച പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. ദാവീദിലൂടെ സങ്കീർത്തനങ്ങൾ രചിച്ച പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പ്രവാചകന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ ഞങ്ങളെ വന്ന് നിറയണമേ. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിച്ച പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. ശാമുവേലിനെ ഉണർത്തിയ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. സ്നാപയോഹനാലിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ.
സ്ലീഹന്മാരെ ആത്മാവിനാൽ നിറച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. സ്ലീഹന്മാരെ ധൈര്യപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. സ്ലീഹന്മാർക്ക് ഭയത്തിൽ നിന്ന് മോചനം നൽകിയ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. അടയാളവും അത്ഭുതങ്ങളും പ്രവർത്തിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. യേശുവിൻ്റെ സാക്ഷികളാകുവാൻ ശക്തി തരുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. കാരുണ്യവാനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, എല്ലാ മക്കളെ ഇതാങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, വിവിധ സ്വഭാവങ്ങളിലൂടെയെല്ലാം കടന്നു പോകുന്നവർ, ടീനേജിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവർ, കർത്താവെ ഈ ആധുനിക ലോകത്തിൽ അവരായിരിക്കുമ്പോൾ പല പാപ സാഹചര്യങ്ങളും അവരിലേക്ക് എത്തിപ്പെടാറുണ്ട്. നിൻ്റെ പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യം അവരെ നിറയ്ക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവരത്താൽ അവരെ നിറച്ച് നന്മ തിന്മകളെ വേർതിരിച്ചറിയുന്നതിനുള്ള വിവേചനത്തിൻ്റെ വരങ്ങൾ നൽകി ഈശോയെ അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Press the bell icon on the YouTube app and never miss another update.